വിവാദത്തിന് പിന്നാലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ 4 ചിത്രങ്ങൾക്ക് കൂടി പ്രദർശനാനുമതി. പ്രതിഷേധം ശക്തമായതോടെ ഫലസ്തീൻ പാക്കേജിൽ ഉൾപ്പെട്ട ചിത്രത്തിനുൾപ്പെടെയാണ് അനുമതി നൽകിയത്. ഇനി 15 സിനിമകൾക്ക് കൂടിയാണ് അനുമതി ലഭിക്കണം. കേന്ദ്രം ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. വൺസ് അപ്പോൺ എ ടൈം ഇൻ ഗാസ, ബീഫ്, ഈഗിൾ ഓഫ് ദി റിപ്പബ്ലിക്, ഹാർട്ട് ഓഫ് ദി വോഫ് എന്നീ 4 സിനിമകൾക്കാണ് നിലവിൽ അനുമതി ലഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചിത്രമായിരുന്ന ഫലസ്തീൻ 36ഉം 100 വർഷം പൂർത്തിയാക്കിയ ബാറ്റിൽഷിപ്പ് പൊട്ടംകിൻ അടക്കമുള്ള 15 സിനിമകൾക്ക് ഇനിയും അനുമതി ലഭിച്ചിട്ടില്ല. രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായാണ് സിനിമകൾക്ക് അനുമതി നിഷേധിച്ചിരിക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കേരളത്തിൽ രാഷ്ട്രീയമായി രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നില്ല. അതിനുവേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിൽ സാംസ്കാരിക മേഖലയിലെ ഇടപെടൽ ഒരു പ്രധാന ഘടകമാണ്. റദ്ദ് ചെയ്യാനോ അനുമതി നൽകാനോ ഉള്ള കാരണം കേന്ദ്രം വ്യക്തമാക്കുന്നില്ലെന്നാണ് ചലച്ചിത്ര അക്കാദമിയുടെ വിശദീകരണം. പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളുണ്ടെന്നാണ് സംവിധായകൻ കമലിന്റെ പ്രതികരണം. ഇതിന്റെ അകത്ത് കാരണം മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഒരു 4 സിനിമക്ക് അനുമതി തന്നപ്പോഴും എന്ത് കാരണങ്ങളാലും അത് ബാൻ ചെയ്തെന്നോ ഇപ്പൊ എന്ത് കാരണത്താൽ അത് തിരിച്ചു തരുന്നോ പറയുന്നില്ല. കൊൽക്കത്ത ചലച്ചിത്രമേളയിൽ സിനിമകൾക്ക് കേന്ദ്രം അനുമതി നിഷേധിച്ചപ്പോൾ പ്രദർശിപ്പിക്കാൻ തീരുമാനമെടുത്ത ബംഗാൾ സർക്കാർ മാതൃക കേരളവും പിന്തുടരണമെന്ന് സംവിധായകൻ സയ്യിദ് അക്തർ മിർസ മീഡിയ വണിനോട് പറഞ്ഞു. Many of them are classics. All of the furnaces, Battleship Potemkin, these are classics. But I'm glad the government of Bengal did screen the film anyway. Let's see what's going to happen. It should not be done. And I'm not speaking with the government of Kerala what it should do or not do. ഇന്ന് മാത്രം വിവിധ തിയേറ്ററുകളിലായി നടക്കേണ്ട 9 സിനിമകളുടെ പ്രദർശനമാണ് ഒഴിവാക്കിയത്. കേന്ദ്ര നടപടിയിൽ IFFK വേദിയിൽ പ്രതിഷേധം നടന്നു. അതേസമയം ചലച്ചിത്ര അക്കാദമിക്കെതിരെ വിമർശനമുയർത്തിയാണ് സംവിധായകൻ ഡോക്ടർ ബിജു സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിപ്പെഴുതിയത്. അക്കാദമി ചെയർമാൻ എവിടെയെന്നും അനുമതി ലഭിക്കാത്ത സിനിമ ഷെഡ്യൂൾ ചെയ്തത് ശരിയായ നടപടിയല്ലെന്നുമായിരുന്നു പരാമർശം. മീഡിയ 1, തിരുവനന്തപുരം.